കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള മീന്തുള്ളി റവന്യൂവിലെ കർഷകരെ കുടിയിറക്കാനുള്ള നീക്കം നിർത്തിവച്ചതായി കർണാടക സർക്കാർ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെ അറിയിച്ചെന്ന് കോൺഗ്രസ് നേതാക്കൾ. പ്രദേശത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് കൈവശമുള്ള രേഖകളും ശേഖരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ ഡൽഹിയിൽ എത്തി കർണാടക വനം വകുപ്പ് മന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും തുടർന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് കുടിയിറക്ക് നടപടി അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചതെന്ന് നേതാക്കൾ പ്രദേശവാസികളെ നേരിട്ട് കണ്ട് അറിയിക്കുകയായിരുന്നു. മീന്തുള്ളി റവന്യൂവിലെ കർഷകരെ കുടിയിറക്കാനുള്ള വനം വകുപ്പിന്റെ നീക്കം നിർത്തിവച്ചതായി കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അറിയിച്ചെന്ന് നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ച കാലമായി വളരെ ആശങ്കയിലും അതിലേറെ മാനസിക ബുദ്ധിമുട്ടിലുമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ മേഖലയിലെ കർഷകർ. കഴിഞ്ഞ 50 വർഷക്കാലമായി ഈ മേഖലയിൽ ആറാട്ടുകടവ് മീന്തുള്ളി റവന്യൂ മേഖലയിൽ താമസം ആരംഭിച്ചു. അവർക്ക് പട്ടയം ലഭിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ബാക്കി എല്ലാ അനുബന്ധ രേഖകളും അവർക്കുണ്ട്. റേഷൻ കാർഡുണ്ട്. പെരിങ്ങോമേക്കര ഗ്രാമപഞ്ചായത്ത് മുതൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വരെയുള്ള വീട്ട് നമ്പറും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേരടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവരെ ഇപ്പോൾ കർണാടക സർക്കാർ വനം വകുപ്പിൻ്റെ DFOയുടെ ഒരു ലെറ്റർ കൊടുത്ത് ഇവിടുന്ന് ഒഴിയണം എന്നുള്ളൊരാവശ്യം, നിലവിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും അവരുടെ ദേഹഗണങ്ങളെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഇവിടുന്ന് സ്ഥലം മാറി പോകണമെന്നുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടും ഈ പ്രദേശത്തുള്ള ആളുകളുടെ ജീവനോപാധികൾ അവർ വളരെ കാലം കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ ദേഹഗണങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശ്രദ്ധയിൽ വരികയും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഈ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ കണ്ട് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അദ്ദേഹം ബഹുമാനപ്പെട്ട സംഘടനാംഗങ്ങളുടെ KC വേണുഗോപാലിനെ ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ കർണാടക സർക്കാരും കർണാടക മുഖ്യമന്ത്രിയും കർണാടക വനവകുപ്പ് മന്ത്രിയൊക്കെ ബന്ധപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ കർഷകരോടൊപ്പമാണ് കർണാടക ഗവൺമെൻറ്റും. ഈ പ്രദേശത്തെ കർഷകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ഉചിതമായ തീരുമാനം ഗവൺമെൻറ് എടുക്കുമെന്ന് വെക്കാൻ പറ്റും. നമുക്ക് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും, ഇപ്പോൾ നമ്മളൊക്കെ വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ ജനതയും ആ കേരളത്തിലെ ജനതയോടൊപ്പം കർണാടക ജനതയും അതുപോലെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഒന്നുചേർന്നുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആ കർണാടക ജനത ബഹുമാനപ്പെട്ട കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി 100 വീടുകൾ നിർമ്മിച്ച് നൽകും എന്ന് പറയുകയും ഇന്നലെ കർണാടകത്തിൻ്റെ നിരവധി കണ്ടെയ്നറുകളാണ് സാധനങ്ങളുമായി വയനാട്ടിലെത്തിയത്. അത് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കർഷകർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു നടപടിയും കർണാടക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂവിൽ താമസിക്കുന്ന 14 കുടുംബങ്ങൾക്കാണ് കുടിയിറക്ക് നോട്ടീസ് ലഭിച്ചത്. ഇതോടെ വീടും ഭൂമിയും നഷ്ടപ്പെടുമെന്ന ആശങ്കയിലായ ഇവർക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കളായ റോഷി ജോസ്, ചെഞ്ചേരി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇടപെട്ടതെന്നും നേതാക്കൾ പറഞ്ഞു. പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞെത്തിയാലുടൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്ഥലം സന്ദർശിക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. നേതാക്കളായ KK സുരേഷ് കുമാർ, റോഷി ജോസ്, മനോജ് വടക്കേൽ, ഉഷ മുരളി, വേണുഗോപാൽ ചെഞ്ചേരി, ജെയിംസ് രാമത്തറ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികളെ സന്ദർശിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുമോ?
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.